സർ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തായി? നമ്മൾ ഈ പേഷ്യൻസിനോട് കൗൺസിൽ ചെയ്യുമ്പോഴേ ഇത്രയും വലിയ ഫൈബ്രോയിഡ്സ് എങ്ങനെ ചെറിയൊരു കീ ഹോളിലൂടെ എടുക്കാൻ പറ്റുന്നതെന്ന് എല്ലാവർക്കും സംശയമാണ്. മോർസലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ മോർസലേഷൻ ചെയ്യണമെന്ന് എനിക്കൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പാകത്തിനൊന്ന് പറഞ്ഞു തന്നാൽ. ഓ അത്രേ ഉള്ളൂ, അതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു മുഴയാണെന്ന് വിചാരിച്ചു, നമ്മളിതിനെ യൂട്രസിൽ നിന്ന് വേർപ്പെടുത്തി. ഇത് വേർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ളൊരു എൻഡോ ബാഗ് ആദ്യം ഒരു കീ ഹോളിൽ കൂടെ അബ്ഡോമിനിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത മുഴ ഈ ബാഗിലേക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് ഈ ബാഗിൻ്റെ അറ്റം മാത്രം നമ്മൾ ഒരു കീ ഹോളിൽ കൂടെ നമ്മളിങ്ങനെ പുറത്ത് കൊണ്ടുവരും. മനസ്സിലായോ? ഇത് പിടിച്ചോളൂ. പിന്നെ നമ്മുടെ മോർസലേറ്റർ എന്ന് പറയുന്ന മെഷീൻ ഇതാണ്. ഇതിൻ്റെ അറ്റത്താണ് ഇതിൻ്റെ കട്ടിംഗ് ബ്ലേഡ് ഉള്ളത്. അപ്പോൾ ഈ മോർസലേറ്റർ ഇൻസേർട്ട് ചെയ്യാൻ 1.5 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് മതി. അപ്പോൾ നമ്മൾ കീ ഹോളിൻ്റെ 0.5 സെൻറ്റിമീറ്റർ ഇൻസിഷൻ 1.5 സെൻറ്റിമീറ്റർ ആയിട്ട് ചെറുതായിട്ട് വൈഡൻ ചെയ്തിട്ട് ഇത് നമ്മൾ അതേ കീ ഹോളിൽ കൂടെ നമ്മൾ പ്ലേസ് ചെയ്യും. മനസ്സിലായി? ഇപ്പോൾ മോർസലേറ്റർ അകത്തേക്ക് പോയി ഫൈബ്രോയിഡ് ബാഗിൻ്റെ അകത്താണ്. എന്നിട്ട് നമ്മൾ ഒരു ടിനാക്കുലം അഥവാ ഹോൾഡിംഗ് ഫോഴ്സപ്സ് ഉപയോഗിച്ച് നമ്മൾ ഫൈബ്രോയിഡിനെ ഗ്രാസ്പ് ചെയ്ത് നമ്മൾ ഇതുവഴി കട്ട് ചെയ്ത് നമ്മളൊരു സോസേജ് ഫോമാറ്റിൽ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരു സൈസിൽ കഴിഞ്ഞ് ചെറുതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ബാഗോടെ അതിനെ പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ കീ ഹോള് വലുതാക്കുകയും വേണ്ട, ഒരു 1.5 സെൻറ്റിമീറ്റർ ഇൻസിഷനോടെ കംപ്ലീറ്റ് ഫൈബ്രോയിഡ് ബാഗിനകത്തിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്ത് അഥവാ മോർസലേറ്റ് ചെയ്തെടുക്കാം. അഥവാ ഇതിൽ ക്യാൻസറിൻ്റെ അംശം ഉണ്ടെങ്കിലും ഈ ബാഗ് ഉള്ള കാരണം ഈ ബാഗ് വിട്ട് പുറത്തേക്ക് ഇതിൻ്റെ പീസസോ കാര്യങ്ങളൊന്നും പോകാത്തതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എൻക്ലോസ് ചെയ്ത് ഇതിനെ പുറത്തെടുക്കാം. അപ്പോൾ മനസ്സിലായോ പ്രാക്ടിക്കലായിട്ട്? ഇനി എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ.